ഈമാനുള്ള മുഅ്മിനെ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധമുള്ളവരെങ്കിലും സ്നേഹിക്കുക. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമീങ്ങളെ സ്നേഹിക്കുക. അള്ളാഹുവിന്റെ റസൂല് വെറുത്തുപോകും. അല്ലെങ്കിൽ നബഹാനി ഇമാമിനെ പറ്റി കുറ്റമെഴുതിയതായ ഒരു ബുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ കുറ്റമല്ല, റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ള നബഹാനി ഇമാമിന്റെ ഒരു ബുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മദീനക്കാരനായ ഒരു പണ്ഡിതനിക്ക് ഒരു മാസത്തിലധികം റസൂലുള്ളാഹി സ്വപ്നത്തിൽ നിത്യം വരുന്ന നബി വരാതെയായിപ്പോയി. ഇബ്രാഹിം അസ്വ മുഖദ്ദിമത്ത് ജാമി കറാമാത്തിൽ ഈ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. നോക്കുകൾ, റസൂലുള്ളാഹിന്റെ കുറ്റമല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തുള്ള നബഹാനി ഇമാമിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ബുക്ക് അത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വീട്ടിലെത്തതാ. അല്ലാതെ ആ ബുക്കത്തെ ഉൾക്കൊള്ളാനൊന്നുമല്ല. യൂസുഫ് നബഹാനിന്റെ ആളാണ്, അഥവാ സുന്യ വഹാബിയുടെ ബുക്ക് വീട്ടിൽ കൊണ്ടുവന്നെത്തി. അതോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നം കാണാതെ ആയി. ഒരു മാസം കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോ നബിയെ, ഞാൻ ഇത് തെറ്റാ ചെയ്തത്, എങ്ങനെ ഞാൻ നിന്റെ വീട്ടിൽ വരിക? നിന്റെ വീട്ടിൽ എന്റെ മുഹിബ്ബായ എന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കണം, എന്നെ സ്നേഹിക്കുന്ന യൂസുഫ് നബഹാനിയെ ചീത്ത പറയുന്ന ഒരു ബുക്ക് നിന്റെ വീട്ടിലില്ലേ? ഞാൻ എങ്ങനെ നിന്റെ വീട്ടിലേക്ക് വരും? അള്ളാഹു പൊരുത്തപ്പെടാത്ത കേസറ്റുകൾ വീട്ടിലുള്ള ഉമ്മമാരെ, അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത സീഡികൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചവരെ, അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത പ്രസിദ്ധീകരണങ്ങൾ ഞാനയും മംഗളവും ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചവരെ, ഉസ്താദിനെ കുറ്റം പറയുന്ന കേസറ്റ് വാങ്ങിയവരെ, ഇവരെല്ലാവരും മനസ്സിലാക്കണം, മഹാന്മാരെ മോശമാക്കുന്ന, ദീനിനെ മോശമാക്കുന്ന ബ്ലൂ ഫിലിമുകളും മറ്റും വീട്ടിൽ കാശ് കൊടുത്തും ഫ്രീ ആയും കിട്ടി കൊണ്ടുവന്ന് വെച്ചവരെ, റസൂൽ നിങ്ങളുടെ വീട്ടിലേക്കില്ല, റസൂൽ നിങ്ങളോട് ബന്ധമില്ല, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ വെറുത്തിരിക്കുന്നു. തൗബ ചെയ്യൂ, മുഹബ്ബീങ്ങളെ മുഹിബ്ബേങ്ങളുമാവുക, റസൂലുള്ളാഹിന്റെ സ്നേഹമുള്ളവരാവുക, റസൂലുള്ളാഹിനെ ആദരിക്കുന്നവരാവുക, ഇതിന്റെ ആസാറുകളെ ബഹുമാനിക്കുന്നവരാവുക. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചിത്രം അങ്ങാടിയിൽ വെച്ച് വിൽക്കുന്നത് കാണാൻ മനസ്സ് പൊട്ടിപ്പോകും. എല്ലാം കൂടെ വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വാങ്ങിയാൽ തന്നെ പിന്നെയും അവനതുപോലെ അതിനൊത്തത് വീണ്ടും കൊണ്ടുവന്ന് വിൽക്കും. വേദനയാണ്. നിലത്തിട്ടാണ് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചിത്രം വിൽക്കുന്നത്. റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ചിത്രം തലയിൽ പേറി നടക്കുന്ന ആയിരക്കണക്കിന് ഔലിയാക്കൾ കഴിഞ്ഞുപോയി. എന്നിട്ടല്ലേ ഖബറിന്റെ ചിത്രം? ആ ഖബറിന്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ യുഅസ്സിറു അസറൻ അജീബ, വലിയ ഫലമായിരിക്കുമെന്ന് മഹാനായ ഇമാം ഫാസി തങ്ങൾ തന്റെ മതാലിഉൽ മസറാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ആ ഖബറിന്റെ ചിത്രത്തിന് ബഹുമാനമുണ്ട്, റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളത്തിന് ബഹുമാനമുണ്ട്, റസൂലുള്ളാഹി തങ്ങളോട് ബന്ധമുള്ള എല്ലാ സാധനത്തിനും ബഹുമാനമുണ്ട്. ഓരോന്നിനും വ്യക്തമായ സഹീഹുൽ ബുഖാരിയിൽ വന്ന, സഹീഹ് മുസ്ലിമിൽ വന്ന, തൊബറാനിയും അബൂദാവൂദും ബൈഹഖി ഇബ്നു ഹിബ്ബാനും ഇബ്നു അസാക്കിറും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഓരോരോ ഹദീസുകൾ മുഴുവനും ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ ആദരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് അതിയായ മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ വേണം. ആ മഹബ്ബത്ത് മാത്രമാണ് നമ്മെ രക്ഷപ്പെടുത്തുക. റസൂലുള്ളാഹിയിലേക്ക് സലാം പറയുമ്പോൾ, അശ്റഖബൈത്ത് ചൊല്ലുമ്പോൾ, നബിയോട് സങ്കടം പറയുമ്പോൾ കൈപൊക്കിക്കൊണ്ട് തന്നെ പറയൂ മുഅ്മിനേ, റസൂലുള്ളാഹി അർവാഹ് ആലിയയാണ്, ഉയർന്ന ആത്മാവിന്റെ ഉടമയാണ്. വലിയൊരു സമക്ഷത്തിൽ ചെന്ന് ഒരു ആജിയാരുടെ അരികിൽ ചെന്നൊരു വിഷമം പറയുമ്പോൾ, ആജിയാരെ ഞാൻ വിഷമിച്ചിരിക്കുന്നു എന്ന് കൈ കാണിക്കുന്ന മുഅ്മിനേ, ഇതിൽ നിനക്ക് പ്രയാസമില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് സങ്കടം പറയുമ്പോൾ കൈ കാണിക്കുന്നതിൽ പിന്നെ ഏത് രേഖയാണ് നീ തേടി നടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിലേക്ക് മനംനൊന്ത് പറയൂ, യാ നബി സലാം അലൈക്കും, നബിയേ എന്റെ സലാം തങ്ങൾക്കുണ്ടാവട്ടെ എന്ന് സലാം നാവുകൊണ്ട് പറയുമ്പോൾ, ഞാൻ രോഗിയാണ് നബിയേ, ഞാൻ കടക്കാരനാണ് നബിയേ, ഞാൻ പ്രയാസമുള്ളവളാണ് നബിയേ, എന്റെ മകളെ കല്യാണം ചെയ്തയക്കാൻ പ്രയാസമുള്ളവളാണ് നബിയേ, എനിക്ക് വീടില്ല നബിയേ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് നബിയേ എന്നിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് നാവുകൊണ്ട് പറയേണ്ട സലാമെന്ന് പറയൂ. അത് പല പ്രാവശ്യമായി നിർവഹിക്കുമ്പോൾ അറിയാതെ അതിന് പരിഹാരം നബി തങ്ങൾ തന്നെ ചെയ്യും. സഹോദരാ സഹോദരി, മദീന മനസ്സിൽ നിന്ന് മറയരുതേ. മദീനയാണ് നമ്മുടെ എല്ലാ രക്ഷാമാർഗവും, മദീനയാണ് നമുക്ക് എല്ലാ അവലംബവുമായുള്ളത്. മഹാന്മാര് മുഴുവനും രക്ഷയ്ക്ക് കണ്ടത് മദീനയാണ്, നബി തങ്ങളെയാണ്. ലോക
കുർസിയിനേക്കാൾ, കലമിനേക്കാൾ, ലൗഹുൽ മഹ്ഫൂദിനേക്കാൾ, ബൈത്തുൽ മഅ്മൂറിനേക്കാൾ, ഏഴാകാശങ്ങളേക്കാൾ, കഅബാലയത്തേക്കാൾ, മക്കയേക്കാൾ, മദീനയേക്കാൾ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും മഹത്തായ സാധനമേത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടിയ ഖബറിടമാണെന്ന് ബിൽ ഇജ്മാഇ രണ്ടഭിപ്രായമില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ ഹാശിയത്തുൽ ഇലാഹിൽ പറയുന്നു. ഇമാം ഖാളിയാർ തങ്ങൾ തന്റെ ശിഫയിൽ പറയുന്നു. ആ മഹബത്താണ് നമുക്ക് വേണ്ടത്. അവിടത്തോടുള്ള മഹബത്തിലായി അല്ലാഹു ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. ബിസ്മില്ലാഹ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ല